ഞാനിപ്പോൾ MK രാഘവനൊപ്പമാണുള്ളത്. അദ്ദേഹം ഒരു മാജിക്കാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് തുടർച്ചയായ 4ാം തവണയും വിജയിക്കുന്നു എന്ന് മാത്രമല്ല, ഓരോ തവണയും ഭൂരിപക്ഷം കൂട്ടുന്നു എന്നൊരു മാജിക്ക് കൂടി അദ്ദേഹം കോഴിക്കോട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് ഈ ഒരു മാജിക്ക്? നല്ല തിരക്കിലാണെന്ന് അറിയാം, വണ്ടിയിലാണ് ഞങ്ങളുള്ളത്. എങ്ങനെയാണ് ഈ ഒരു മാജിക്ക് സംഭവിക്കുന്നത്? ഓരോ തവണയും ഭൂരിപക്ഷം കൂട്ടുകയാണ്. അല്ല, ഇതിൽ മാജിക്കൊന്നുമില്ല. ജനങ്ങളുമായിട്ടുള്ള ബന്ധം തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. ഒന്ന്, ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാവുക, അതുപോലെ നമുക്ക് ജനങ്ങളിൽ വിശ്വാസമുണ്ടാവുക. ഇത് രണ്ടും സംയോജിക്കുമ്പോഴാണ് ജനങ്ങളുടെ സമ്പൂർണ്ണമായ സഹായം കിട്ടുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് ജനങ്ങളുടെ ചെറുതും വലുതുമായ ഏത് വിഷയമാണെങ്കിലും അതിലിടപെടുക, അവർ വന്നു പറയുമ്പം കേൾക്കുക, അവർ സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സഹായിക്കുക. ഇതാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ചെയ്തു വരുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വിശ്വാസമാണ്. കാരണം ഏത് വിഷയമായി പോയാലും സംസാരിക്കാൻ പറ്റും, കേൾക്കും, കാര്യങ്ങൾ മനസ്സിലാക്കും, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെ ജനങ്ങളുടെ വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് കോഴിക്കോട് കഴിഞ്ഞ 15 വർഷക്കാലവും ഞാൻ കാത്തു സൂക്ഷിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിലും എന്നെ ജയിപ്പിക്കാൻ തോന്നിയതും ഒരു ചരിത്ര വിജയം നൽകാൻ കഴിഞ്ഞതൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് എൻ്റെ വിശ്വാസം. സംസ്ഥാനത്ത് കോൺഗ്രസ് വലിയൊരു വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ സമയത്ത് നേതൃമാറ്റം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാവുന്നു. എന്താണ് അങ്ങനെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലുണ്ടോ? ഇല്ല, അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കേണ്ട തീരുമാനമാണ്. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡാണ് ഇത്തരം കാര്യങ്ങളിൽ അന്തിമമായി തീരുമാനമെടുക്കേണ്ടത്. അത് ആ സന്ദർഭം അനുസരിച്ചുള്ള തീരുമാനമെടുക്കാൻ അവിടെ അതനുസരിച്ച് ലീഡർഷിപ്പുണ്ട്. അടൂർ പ്രകാശ് അടക്കമുള്ള ആളുകളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് ഹൈക്കമാൻഡാണ് കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത്. അത് ഞാനൊന്നും അതിൽ അഭിപ്രായപ്പെടുന്നത് ശരിയുമല്ല. അത് കോൺഗ്രസ് നേതൃത്വം ഈ കാര്യത്തിൽ അനുയോജ്യമായ സന്ദർഭത്തിൽ യുക്തിപൂർവമായി തീരുമാനമെടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. മറ്റൊന്ന്, മുരളീധരനെ തൃശ്ശൂരേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തെ അവിടെ ബലിയാടാക്കി എന്നൊരു ആരോപണമുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞത് രാഷ്ട്രീയ പ്രവർത്തനം കുറച്ചു കാലത്തേക്ക് നിർത്തിവെക്കുകയാണെന്നൊക്കെയാണ്. അല്ല, അത് പാർട്ടി പരിശോധിക്കേണ്ട വിഷയമാണ്. വളരെ ഗൗരവമായി പരിശോധിക്കണം. എന്തുകൊണ്ടാണ് തൃശ്ശൂരിൽ തോൽവി ഉണ്ടായത്? തൃശ്ശൂരിൽ തോൽവി ഉണ്ടാകാൻ പാടില്ലാത്തതാണ്, ജയിക്കേണ്ടതാണ്. അപ്പോൾ സംഘടനാപരമായിട്ടുള്ള എവിടെയൊക്കെയാണ് പാളിച്ചകൾ വന്നത്, അപ്പോൾ അത് കൃത്യമായി പാർട്ടി നേതൃത്വം പരിശോധിച്ച് അതിന് നടപടി സ്വീകരിച്ച് വീണ്ടും ശക്തമായ ഒരു സംഘടനാ സംവിധാനം തൃശ്ശൂരിൽ ഉണ്ടാക്കണം. അതുകൊണ്ട് മുരളിയുടെ തോൽവി വളരെ നിർഭാഗ്യകരമായി പോയി. മുരളി തോൽക്കാൻ പാടില്ലാത്ത ഒരാളായിരുന്നു. അതുകൊണ്ട് മുരളി ഇപ്പം പറഞ്ഞു, മുരളി ഞാൻ ഈ തൽക്കാലം ഒന്നിനുമില്ല. പക്ഷെ അത് ശരിയല്ല. തോൽവിയും മുരളി തന്നെ തോറ്റിട്ടുണ്ട് നേരത്തെ. തോൽവി സ്വാഭാവികമാണ്, വിജയവും സ്വാഭാവികമാണ്. തോൽവിയുടെ മറ്റൊരു വശമാണ് വിജയം, വിജയത്തിന് മറ്റൊരു വശമാണ് തോൽവി. അപ്പോൾ അതുകൊണ്ട് എല്ലാം നിർത്തും എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. മുരളി നിർത്തരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. തൃശ്ശൂരിൽ കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് പോയത് എന്നാണ് കണക്കുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അല്ല, അത് പരിശോധിച്ച് പറയേണ്ട വിഷയമാണ്. അത് ഒറ്റ വാക്കിൽ പറയാൻ കഴിയില്ല. കാരണം ബൂത്ത് അടിസ്ഥാനത്തിലുള്ള കണക്ക് ഇനിയും വന്നില്ല. അതിപ്പോൾ ഇന്നും നാളെയും കൊണ്ട് വരുന്നതായിരിക്കും. വന്നാൽ മാത്രമേ പറയാൻ പറ്റൂ. മുരളീധരനെ വടകരയിൽ തന്നെ നിർത്തണമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ടോ? അത് പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. കാരണം സുരേഷ് ഗോപിയെ പോലെ ഒരാളെ, അല്ലെങ്കിൽ അവിടെ ഏറ്റവും മത്സരിക്കാൻ പറ്റാവുന്ന, പ്രത്യേകിച്ച് പ്രതാപൻ മത്സരിക്കാത്ത സാഹചര്യത്തിൽ, സിറ്റിംഗ് മെമ്പർ പ്രതാപൻ മത്സരിക്കാത്ത സാഹചര്യത്തിൽ മത്സരിക്കാൻ പറ്റുന്ന ഒരാളെ കണ്ടെത്തുക എന്നുള്ളതാണ് ലീഡർഷിപ്പ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ടാണ് ശ്രീ മുരളീധരനാണ് അവിടുത്തെ പല കാര്യങ്ങൾ നോക്കുമ്പോൾ മുരളിയാണ് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി തൃശ്ശൂർ. ലീഡറുടെ ലെഗസിയുണ്ട്, ലീഡറുടെ തട്ടകമാണ്. ഇപ്പോൾ സ്വാഭാവികമായും മുരളി നല്ല സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മുരളിയെ സ്ഥാനാർത്ഥിയാക്കിയത്. അല്ല, പാർട്ടി അതിന് വളരെ ആലോചിച്ച തീരുമാനമാണ്. പക്ഷേ 3ാം സ്ഥാനത്തേക്ക് പോകുമെന്ന് പാർട്ടിയും പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ടാവില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയം പാർട്ടി നേതൃത്വം പരിശോധിക്കേണ്ട വിഷയമാണ്. എന്തുകൊണ്ട് 3ാം സ്ഥാനത്തേക്ക് പോയി, എന്താണ് കാരണം, അത് പഠിക്കേണ്ട വിഷയമാണ്, തിരുത്തേണ്ട വിഷയവുമാണ്. മുരളിയുടെ തീരുമാനം ഒരു ദൗർഭാഗ്യകരമായി പോയി, അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു വൈകാരികമായ തീരുമാനത്തിൻ്റെ പുറത്തെടുത്തതാണ്, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. അല്ല, മുരളി APCC പ്രസിഡന്റ് ആയ ആളാണ്, മുൻ മന്ത്രിയാണ്.
അതുകൊണ്ട് മുരളിയെപ്പോലുള്ള ആളുകൾ അങ്ങനെ പറയാൻ പാടില്ല. കാരണം മുരളി എല്ലാം കണ്ടും കേട്ടും വന്ന ഒരാളാണ്. ആ ഒരു പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്, പ്രത്യേകിച്ച് ലീഡറുടെ പാരമ്പര്യം. അതുകൊണ്ട് മുരളി ഒരിക്കലും അങ്ങനെ എനിക്ക് തോന്നുന്നു വൈകാര്യമായി പറഞ്ഞു പോയ കാര്യമായിരിക്കാം. അതുകൊണ്ട് ഒരിക്കലും മുരളി പുറകോട്ട് പോകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും ഇന്ന് വിജയിച്ചതിൻ്റെ പിറ്റേ ദിവസവും എം കെ രാഘവൻ നല്ല തിരക്കിലാണ്. ഇന്നിപ്പോൾ പരിസ്ഥിതി ദിനം കൂടിയാണ്. അദ്ദേഹം പരിസ്ഥിതി ദിന പരിപാടികളിലേക്ക് പോകാനുള്ള തിരക്കിലാണ്.